ഞാനിപ്പോൾ ഇവിടെ പരിചയപ്പെടുത്തുന്നത് മഅദിൻ അക്കാഡമിയുടെ ഒരു സംരംഭമാണ് മഅദിൻ അറബിക് വില്ലേജ്. പേഴ്സണലി എനിക്കുണ്ടായ എക്സ്പീരിയൻസ് എന്താണെന്ന് വെച്ചാൽ അത്രയും സ്റ്റാർ ലീഡിങ് എന്ന് പറയുന്നത് യൂഷ്വലി നമുക്കറിയാവുന്നത് പോലെ തന്നെ ഇതിൻ്റെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഖലീൽ ബുഖാരി തങ്ങൾ ഉസ്താദ്. അറബി സംസാരിക്കുക എന്ന് പറഞ്ഞാൽ അറബി ഭാഷ പഠിച്ച് അതിൻ്റെ മോഡേൺ സ്റ്റൈലിൽ സംസാരിക്കുന്ന ഉപയോഗപ്പെടുത്തുന്ന ഒരു ടീം. وأيضا يستطيعون التحدث باللغة العربية بالفصحى وبعد التعلم يتعلمون اللغة الألمانية وأيضا الفرنسية ويدرسون اللغات العالمية كثيرا. ഹലോ, വെൽക്കം ബാക്ക്. സുഹൈൽ ബട്ടാമ്പിയാണ്. ഞാനിപ്പോൾ ഉള്ളത് മലപ്പുറത്തെ മഅദിൻ അക്കാഡമിയിലാണ്. ഈ മഅദിൻ അക്കാഡമിയുമായി സംസാരിക്കുമ്പോൾ വളരെ വലിയ ആവേശമാണ്, എനിക്കെന്നല്ല എല്ലാവർക്കും. കാരണം മഅദിൻ്റെ ഓരോ സംരംഭവും നമുക്കറിയാവുന്നത് പോലെ തന്നെ അതിൽ എന്തെങ്കിലും ഒരു വ്യത്യസ്തതകൾ ഉണ്ടാവും. അതുപോലെ തന്നെ അതിൻ്റെ ക്വാളിറ്റി, എസ്പെഷ്യലി ഈ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളാണ് എന്നുണ്ടെങ്കിൽ അതിൻ്റെ ക്വാളിറ്റി മറ്റേത് സംഭവങ്ങളാണെങ്കിലും എല്ലാറ്റിലും ഓരോ പ്രത്യേകതകൾ ഉൾക്കൊള്ളാൻ അതിൻ്റെ ആളുകൾ ശ്രമിക്കാറുണ്ട്. അതൊക്കെ വിജയിച്ചിട്ടുണ്ട്. മാത്രമല്ല നമ്മളെല്ലാവരും ഇത് അത്ഭുതപ്പെടുത്താറുണ്ട്. മഅദിനുമായി ബന്ധപ്പെട്ട ഓരോ വാർത്തയും നമുക്കറിയാവുന്നത് പോലെ തന്നെ അതിലൊക്കെ നമുക്ക് ഇത്തരം ആവേശങ്ങൾ നൽകുന്ന പ്രത്യേകതകൾ കാണാനുണ്ട്. ഞാനിപ്പോൾ ഇവിടെ പരിചയപ്പെടുത്തുന്നത് മഅദിൻ അക്കാഡമിയുടെ ഒരു സംരംഭമാണ് മഅദിൻ അറബിക് വില്ലേജ്. അറബിക് വില്ലേജ് എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് അതുമായിട്ട് ബന്ധപ്പെട്ട് മനസ്സിലായിട്ടുണ്ടാവും. ഇവിടെ അറബി ഭാഷ നമുക്കെല്ലാവർക്കും അറിയുന്നതാണ്. നമ്മളെല്ലാവരും GCSകളൊക്കെ ആയിട്ട് ബന്ധപ്പെടുന്നവരാണ്. അതുപോലെ തന്നെ അത്തരം കാര്യങ്ങളൊക്കെ അറിയുന്നതാണ്. അതുകൊണ്ട് തന്നെ അറബി ഭാഷയ്ക്ക് വലിയ പ്രാധാന്യമുണ്ട്. അറബി ഭാഷ സംസാരിക്കാനും അത് കൃത്യമായിട്ട് ഉപയോഗപ്പെടുത്താനും കഴിയുക എന്നുള്ളത് നമ്മുടെ സാധാരണ ലൈഫിൽ മാത്രമല്ല, ബിസിനസ് ലൈഫ് ഏത് മേഖലയാണെങ്കിലും അതിൻ്റെ പ്രാധാന്യം വളരെയധികം വർദ്ധിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ പലപ്പോഴും മറ്റു പല കാര്യങ്ങൾക്കും പ്രാധാന്യം കൊടുക്കുന്നത് പോലെ തന്നെ നമ്മുടെ മലയാളികളായിട്ടുള്ള കുട്ടികൾ, ഇവിടെ കേരളത്തിൽ നിന്ന് തന്നെ പഠിച്ച് വളരുന്ന കുട്ടികൾ തന്നെ ഇവിടെ നിന്നും അറബി സംസാരിക്കുക എന്നുള്ളതും, അറബി സംസാരിക്കുക എന്ന് പറഞ്ഞാൽ അറബി ഭാഷ പഠിച്ച് അതിൻ്റെ മോഡേൺ സ്റ്റൈലിൽ സംസാരിക്കുന്ന ഉപയോഗപ്പെടുത്തുന്ന ഒരു ടീം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് അത് വളരെ കൗതുകകരമായൊരു കാര്യമാണ്. ഇവിടെ അതാണ് സംഭവിക്കുന്നത്. അറബിക് വില്ലേജിൽ ഇതുപോലെ ഒരു ഏകദേശം 100 ആളുകളുടെ കുട്ടികളുടെ അടുത്ത് വിദ്യാർത്ഥികൾ ഇവിടെ താമസിക്കുന്നുണ്ട്. അപ്പോൾ അവരുടെ അടുത്ത് കഴിഞ്ഞ ദിവസം ഇംഗ്ലീഷ് ലാംഗ്വേജിൻ്റെ ഒരു ക്യാമ്പ് നടത്താൻ വേണ്ടി വന്നതാണ്. അപ്പോൾ ശരിക്കും അത് അനുഭവിച്ചു. അവർ വളരെ സുന്ദരമായിട്ട് സ്പോണ്ടേനിയസ് ആയിട്ട് അറബിക് ലാംഗ്വേജ് ഉപയോഗിക്കുന്നു, അത് സംസാരിക്കുന്നു. വളരെ ആവേശത്തോടു കൂടിയാണ് അവർ അറബിയുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ 7th സ്റ്റാൻഡേർഡിൽ നിന്നും പഠനം പൂർത്തി 7th സ്റ്റാൻഡേർഡിലേക്ക് എത്തിയ കുട്ടികൾ, 6th സ്റ്റാൻഡേർഡ് കഴിഞ്ഞിട്ടുള്ള കുട്ടികളെ നല്ല ഇൻ്റർവ്യൂ ഒക്കെ നടത്തും. കാരണം ഈ ഒരു പ്രായത്തിൽ തന്നെ ഇങ്ങനെ വലിയ ചിന്തകൾ കൊടുത്ത് വലിയ രൂപത്തിൽ ഇത് കൈകാര്യം ചെയ്യണമെങ്കിൽ നല്ല സ്മാർട്ടായ ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള കുട്ടികൾ വേണമല്ലോ. അപ്പോൾ ഏതായിരുന്നാലും ഇവർ അങ്ങനെ ഇൻ്റർവ്യൂ ഒക്കെ നേരിട്ട് അതിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട വിദ്യാർത്ഥികളാണ്. അവർ 7ാം ക്ലാസ്സിലേക്ക് വന്നു, അവർ പഠനം നടത്തിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഈ അറബിക് ഭാഷയ്ക്ക് പ്രാധാന്യം കൊടുത്ത് അവർ മതപഠനം നടത്തുന്നുണ്ട്, കിതാബ് പഠനം നടത്തുന്നുണ്ട്, സ്കൂൾ പഠനങ്ങൾ നടത്തുന്നുണ്ട്. അതിലപ്പുറം ഈ വിദ്യാർത്ഥികൾക്ക് വേണ്ട അല്ലെങ്കിൽ കിട്ടാവുന്ന ഏറ്റവും മാക്സിമം കാര്യങ്ങളൊക്കെ അവർക്ക് ചെയ്തു കൊടുക്കുന്നുണ്ട്. അത് ചെയ്തു കൊടുക്കുന്നുണ്ട് എന്ന് പറയുമ്പോൾ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഉദാഹരണത്തിന് ഈ സ്ഥാപനത്തിൻ്റെ ചെയർമാൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഖലീൽ തങ്ങൾ എന്ന പേരിൽ അറിയപ്പെടുന്ന സയ്യിദ് ഇബ്രാഹിം ഖലീൽ ബുഖാരി തങ്ങൾ. ഈ ഖലീൽ തങ്ങളുടെ ഒരു പ്രത്യേകത തന്നെയാണ്, അല്ലെങ്കിൽ ഉസ്താദിൻ്റെ ഒരു ആഗ്രഹം തന്നെയാണ് എന്ത്, ഇവിടെ പഠിക്കുന്ന കുട്ടികൾ എല്ലാവരും അവർക്ക് നമുക്ക് പ്രൊവൈഡ് ചെയ്യാവുന്ന ഏറ്റവും ക്വാളിറ്റി എഡ്യൂക്കേഷൻസ് കൊടുക്കുക എന്നുള്ളത്. അപ്പോൾ അതൊക്കെ ഇവിടെ ശരിക്കും കാണുകയാണ്. അപ്പോൾ ഈ കുട്ടികൾക്ക് പിന്നെ ഈ പഠനം നടത്തുന്നതോടൊപ്പം തന്നെ മറ്റെല്ലാ കാര്യങ്ങളും ചെയ്യുന്നു. അത് ഇപ്പോൾ പേഴ്സണലി എനിക്കുണ്ടായ എക്സ്പീരിയൻസ് എന്താണെന്ന് വെച്ചാൽ അത്രയും സ്റ്റാറായിട്ട് ഇപ്പോൾ ക്ലാസ്സൊക്കെ ഇംഗ്ലീഷ് ക്ലാസ് എടുക്കുമ്പോഴൊക്കെ അത്രത്തോളം അവരതിൽ ഇൻവോൾവ് ആയിട്ട് വളരെ സ്റ്റാൻഡേർഡായിട്ട് ആ കാര്യങ്ങൾ കൈകാര്യം ചെയ്തതാണ്. അപ്പോൾ ഇന്ന് മനസ്സിലാവുന്നത് എന്താണ്, ഇവർക്ക് പഠിക്കാൻ അത്രയും ആവേശമുള്ള അതിനുള്ള സൗകര്യങ്ങളും സംവിധാനങ്ങളും സാഹചര്യങ്ങളും ഇവിടെ ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഈ കുട്ടികൾ അങ്ങനെ പഠിക്കുന്നു. ഇംഗ്ലീഷ് ലാംഗ്വേജ്, അറബിക്കിന് പുറമെ മറ്റ് ഫോറിൻ ലാംഗ്വേജുകളിലെല്ലാം പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. ഇംഗ്ലീഷ് ക്യാമ്പ് ഇവിടെ നടത്തുന്നത് എന്ന് പറയുമ്പോൾ തന്നെ അതിൽ നിന്ന് മനസ്സിലാവും. അതുമാത്രമല്ല ഇവരുടെ സീനിയേഴ്സ് ഇപ്പോൾ ഒരു ബാച്ച് ഉള്ളത് ഹൈദരാബാദിലെ ഉസ്മാനിയ യൂണിവേഴ്സിറ്റിയിലാണ്. അവിടെ ഫ്രഞ്ച് അതുപോലെ തന്നെ ജർമ്മൻ ലാംഗ്വേജുകൾ പഠിക്കാൻ വേണ്ടിയിട്ട് പോയിരിക്കുകയാണ്. അപ്പോൾ അവിടെ നിന്ന് തന്നെ പിന്നെ മറ്റൊരിത് കേൾക്കേണ്ടായി, അവിടെയും ഏറ്റവും ടോപ്പായിട്ട് അവിടുത്തെ ഒരു റാങ്ക് പൊസിഷനിലെല്ലാം ഇവിടുത്തെ സീനിയർ വിദ്യാർത്ഥികൾ വന്നു എന്നുള്ളത്. അതിനപ്പുറം ഇപ്പോൾ എൻ്റെ കൂടെ ഉള്ള കുട്ടികൾ ഇത് അവിടുത്തെ മഅദിൻ അറബിക് വില്ലേജിലെ 2-3 ബാച്ചിലെ വിദ്യാർത്ഥികളാണ്. ഇപ്പോൾ ഇതിൽ തന്നെ ഉണ്ട് കുട്ടികൾ പിന്നെ കഴിഞ്ഞ പ്രാവശ്യങ്ങളിലൊക്കെ ആയിട്ട്
ഗൾഫിലൊക്കെ നടക്കുന്ന ദുബൈയിൽ നടക്കുന്ന ചില അറബിക് കോമ്പറ്റീഷൻസ്, ഇൻ്റർനാഷണൽ അറബിക് കോമ്പറ്റീഷൻസ് ഉണ്ട്. അതിലൊക്കെ പിന്നെ പങ്കെടുത്ത് സമ്മാനാർഹരായ കുട്ടികളൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞത്, ഇങ്ങനെ ഒരു സംരംഭത്തെ ഈ മഅദിൻ അക്കാഡമിയിലെ വിവിധ സംരംഭങ്ങൾക്കിടയിൽ ഞാൻ ഒരിക്കൽ കൂടെ ഐ വുഡ് ലൈക്ക് ടു റിപ്പീറ്റ് അഗൈൻ, ഒരുപാട് സംരംഭങ്ങൾ മഅദിൻ അക്കാഡമിയിലുണ്ട്. അതൊക്കെ നമ്മൾ പലപ്പോഴും പലരും പരിചയപ്പെടുത്തുന്നതാണ്. അപ്പോൾ അതോടുകൂടെ തന്നെ അതിലുള്ള ഒരു സംരംഭമായിട്ടുള്ള ഈ അറബിക് വില്ലേജ്, അവരുടെ സ്ഥാപനം ഇപ്പോൾ നിലകൊള്ളുന്നത് മഅദിൻ്റെ മെയിൻ ക്യാമ്പസ് നിങ്ങൾക്കറിയാം, നമ്മുടെ ഹൈവേയിലുള്ള മെയിൻ ക്യാമ്പസ്. അതല്ലാതെ ഉള്ളിലേക്ക് എജുക് പാർക്ക് എന്ന് പറഞ്ഞ് ഇതിൻ്റെ മുകളിൽ കുറച്ചുകൂടെ സംരംഭങ്ങൾ ഉൾക്കൊള്ളുന്ന, സ്ഥാപനങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു സ്ഥലമുണ്ട്. എജുക് പാർക്കിലാണ് ഇപ്പോൾ അവരുള്ളത്. ഇപ്പോൾ അവർ ഒരു ടെമ്പററി സംവിധാനത്തിലാണ് നിൽക്കുന്നത് എങ്കിലും അവർക്കായിട്ടുള്ള അവരുടെ ഓൺ ഇൻസ്റ്റിറ്റ്യൂഷൻ, ഓൺ ബിൽഡിങ് അതിൻ്റെ അപ്പുറത്ത് പണി നടന്നുകൊണ്ട് ഏകദേശം ഫൈനൽ സ്റ്റേജിലാണുള്ളത്. ഇപ്പോൾ ഏകദേശം 5 ബാച്ചുകളാണ് ഇപ്പോൾ നിലവിലുള്ളത്, അല്ലേ? 5 ബാച്ചുകളാണുള്ളത്. അതുപോലെ തന്നെ പുതിയ ബാച്ച് ഇപ്പോൾ ഇൻ്റർവ്യൂ കഴിഞ്ഞ് ഇവിടേക്ക് വരാനുള്ള പുതിയ ബാച്ച് ഈ നെക്സ്റ്റ് വീക്കിലൊക്കെ ആയിട്ട് അവർക്ക് അഡ്മിഷൻ ഉണ്ടായിരിക്കും. ഏതായിരുന്നാലും ഈ കുട്ടികളെ നിങ്ങൾക്ക് കാണിച്ച് അല്ലെങ്കിൽ സംഭവം പരിചയപ്പെടുത്തിയതിൽ വളരെ സന്തോഷമുണ്ട്. ഇതിൻ്റെ ലീഡിങ് എന്ന് പറയുന്നത് യൂഷ്വലി നമുക്കറിയാവുന്നത് പോലെ തന്നെ ഇതിൻ്റെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഖലീൽ ബുഖാരി തങ്ങൾ ഉസ്താദിൻ്റെ ആ ഒരു ഉസ്താദിന് നിങ്ങൾക്കറിയാമായിരിക്കുമല്ലോ. പലപ്പോഴും ഈ ലാംഗ്വേജിൻ്റെ കാര്യത്തിലൊക്കെ ഉസ്താദ് മലയാളം, അറബി ഒന്നും മാത്രമല്ല മറ്റ് പല ഭാഷകളിലും വളരെ ഉന്നതമായ പാണ്ഡിത്യം നേടിയ ആളാണ്. മാത്രമല്ല ആ ഭാഷയൊക്കെ എങ്ങനെയൊക്കെ നമ്മുടെ കമ്മ്യൂണിറ്റിക്ക് വേണ്ടിയിട്ട് ഉപയോഗപ്പെടുത്താമെന്ന് കഴിഞ്ഞ പ്രാക്ടിക്കൽ ലൈഫിൽ കാണിച്ചു തന്നതാണ് നമ്മുടെ ഖലീൽ തങ്ങൾ. നമുക്കറിയാം പല സ്ഥലങ്ങളിലും പോയിട്ട് ഒരു ഭാഷ അറിഞ്ഞാൽ എന്താണ് ഗുണം എന്നുള്ളത് കാണിച്ചു തന്നത് പറയുമ്പോൾ പല ഇൻ്റർനാഷണൽ യൂണിവേഴ്സിറ്റികളുമായിട്ട് ഈ മഅദിൻ അക്കാഡമിയുമായിട്ട് ടൈപ്പായിട്ട് ഒരു എഡ്യൂക്കേഷണൽ എക്സ്ചേഞ്ച് അല്ലെങ്കിൽ അതുപോലെയുള്ള പേരുകളിൽ പല സംവിധാനങ്ങളും നടത്തിക്കൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ ഇത് ലീഡ് ചെയ്യുന്നത് പ്രധാനമായിട്ടും നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഖലീൽ തങ്ങൾ. അതിൻ്റെ പുറമെ സമദ് സഖാഫി എന്ന് പറയുന്ന ഒരു ഉസ്താദുണ്ട്. പിന്നെ അതുപോലെ തന്നെ മഅദിനിൽ തന്നെ പഠനം നടത്തിയിട്ടുള്ള അദനിമാർ, ഇത്തരം ആളുകളാണ് അതിനൊക്കെ ലീഡ് ചെയ്യുന്നത്. മറ്റൊന്ന്, ഇപ്പോൾ ഇതിൽ സീനിയർ വിദ്യാർത്ഥികളാണ്. ഈ സീനിയർ വിദ്യാർത്ഥികളൊക്കെ നമുക്കറിയാം, അവരൊക്കെ ഒരു ടോപ്പ് പൊസിഷനിലാണ്. ടോപ്പ് പൊസിഷനിൽ എന്ന് പറഞ്ഞാൽ അവർ പഠിച്ച കാര്യങ്ങളൊക്കെ വളരെ നല്ല രൂപത്തിൽ ഇത് കൈകാര്യം ചെയ്യാനും അവരിപ്പോൾ തന്നെ എനർജറ്റിക് ആണ്. അതുപോലെ തന്നെ അവർ കോൺഫിഡൻസ് ആണ്. ആരുടെ മുമ്പിലും അവർക്ക് പോകാനും സംസാരിക്കാനും ഒക്കെ അവർ തയ്യാറാണ്. അപ്പോൾ നമുക്ക് അവർക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാം, അവരുടെ കാര്യങ്ങളൊക്കെ നമുക്ക് ശ്രദ്ധിക്കാം. ഇതിൽ ഞാൻ 1-2 കുട്ടികളെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുകയാണ്. അവർ ഇതിൻ്റെ മുമ്പ് ഈ ദുബൈയിൽ വെച്ച് നടന്ന അറബിക് റീഡിംഗ് കോമ്പറ്റീഷനിൽ പങ്കെടുത്ത ആളുകളാണ്. ഹൗ വാസ് യുവർ എക്സ്പീരിയൻസ്? വളരെ നല്ല അനുഭവങ്ങളായിരുന്നു. കാരണം നമ്മളിവിടെ കേരളത്തിൽ ജനിച്ചു വളർന്നിട്ട് അറബി ഭാഷ പഠിക്കാൻ പറ്റി. അതുപോലെ തന്നെ അങ്ങനെ നമുക്ക് ദുബായ് പോലത്തെ ഒരു ഗൾഫ് രാജ്യത്ത് അറബികളുടെ കൂടെ നമുക്ക് മത്സരിക്കാൻ കഴിയാം. ഞാൻ വെറുതെ ചോദിക്കട്ടെ, ആ മത്സരം എന്ന് പറഞ്ഞാൽ സ്പോൺസേർഡ് ആയിരുന്നു? അതായത് അതെ, എല്ലാ ചെലവുകളും ദുബായ് ഗവൺമെന്റ് ആണ്. മഅദിൻ അക്കാഡമി ആവശ്യം വന്നിട്ടില്ല? ഓക്കെ. വേറെ ആരോ 1-2 പേരും കൂടെ അതിൽ പങ്കെടുത്തിരുന്നല്ലോ. യു ഓൾസോ? ഓക്കെ. ഇദ്ദേഹം കമൺ. പിന്നെ ഇവിടുത്തെ അസോസിയേഷന്റെ, സ്റ്റുഡൻസ് അസോസിയേഷന്റെ സെക്രട്ടറി ആണ്. ഇപ്പോൾ ഈ ക്യാമ്പൊക്കെ കൈകാര്യം ചെയ്തിരുന്നത് മുഴുവനായിട്ട്. യു നെയിം? സലാഹുദ്ദീൻ. ദെൻ ഇദ്ദേഹത്തിന്റെ മുഹമ്മദ് സിനാൻ. ഇവരെ ഒന്ന് പരിചയപ്പെടുത്തിയതാണ്. പിന്നെ നിങ്ങൾക്കും ഏത് വർഷത്തിലാണ് പങ്കെടുത്തത്? കഴിഞ്ഞ വർഷം പോയത് ഇയാളാണ്. മുമ്പത്തെ വർഷത്തിലാണ് പോയത്. അതും നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. അവരുടെ കീഴിൽ തന്നെ എല്ലാ സൗകര്യങ്ങളും താമസവും അതുപോലെ തന്നെ എല്ലാം അവർ തന്നെ കീഴിലായിരുന്നു. നമ്മളൊരു ദുബായ് ഗസ്റ്റിന്റെ പോലെ ആയിരുന്നു അവർ നമ്മളെ സ്വീകരിച്ചത്. ഇനിയും അവസരങ്ങളുണ്ട് നമ്മുടെ പുതിയ കുട്ടികളെ പറഞ്ഞേക്കാൻ? എല്ലാ വർഷവും ഇനി വരുന്ന ഈ ജൂൺ മാസത്തിലായിരിക്കും അതിനുള്ള പരിശീലനമൊക്കെ നൽകിക്കൊണ്ടിരിക്കുന്നുണ്ട്. ബുക്കുകൾ നൽകി അതിന് സമാനമായ മത്സരങ്ങൾ നമ്മുടെ സ്ഥാപനത്തിൽ നടത്തി പരിശീലനം നൽകാറുണ്ട്. ഓക്കെ. എന്നാലും ഒരു 2 വാചകത്തിൽ ഈ സ്ഥാപനത്തെ ഒന്ന് പരിചയപ്പെടുത്താൻ, സ്ഥാപനത്തെ 2 വാചകത്തിൽ ആരാണ് പരിചയപ്പെടുത്തേണ്ടത്? ഐ തിങ്ക് ഇറ്റ്സ് വിൽ ബി ബെറ്റർ ഇൻ അറബിക്. ആരാണ്? ഓക്കെ. അറബിയിൽ തന്നെ സംസാരിക്കണം. نعم. السلام عليكم ورحمة الله تعالى وبركاته. معكم محمد سنان من قرية اللغة العربية. نحن اليوم في قرية اللغة العربية، وهي من واحد من المعاهد الجامعة معهد الثقافة الإسلامية. نعم، وهنا يدرس هنا أكثر من 100 طلاب، وكل الطلاب ينطقون بالعربية الفصحى، يعني يأتون إلى صف السابع تحديدا في عمرهم 12 يأتون إلى هذه الجامعة ويتعلمون هنا باللغة العربية. ونعم، وأيضا يستطيعون التحدث باللغة العربية بالفصحى،
وبعد التعلم يتعلمون اللغة الألمانية وأيضا الفرنسية، ويدرسون اللغات العالمية كثيرا، وأيضا يدرسون في المدرسة مواد مختلفة. نعم، هذا ما أريد أن أقول لكم. So this is the high time to wind up our program here. ഏതായിരുന്നാലും ഇങ്ങനെ ഒരു ടീമിനെ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ കഴിഞ്ഞതിൽ വളരെ വലിയ സന്തോഷമുണ്ട്.